നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാരാധിക്കുന്ന സ്വർഗീയ സംഗീതം എന്ന ഈ മഹനീയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈശോയെ പാടി സ്തുതിച്ചാരാധിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുദിനം നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളെ ഓർത്തും കർത്താവിനെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം എൻ്റെ 10-ാം അധ്യായം 7 മുതൽ വാക്യങ്ങളിൽ നല്ല ഇടയനായ ഈശോയെ കുറിച്ച് ഈശോ എന്ന് പറയും. അതിൻ്റെ 9-ാമത്തെ വാക്യം ഈശോ പറയാണ്, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചു സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ ഈശോ ആടുകളുടെ ഇടയനായ ഈശോ പറയാണ്, എന്നിലൂടെ പ്രവേശിക്കുന്നവര് അവര് നല്ല ശരിയായ മേച്ചു സ്ഥലത്തെത്തും, അവർ സുരക്ഷിതരായിരിക്കും. വീണ്ടും ഈശോ പറയാണ് 11-ാമത്തെ വാക്യം, ഞാൻ നല്ല ഇടയനാണ്. വ്യക്തമായിട്ട് ഈശോ പറയാണ്, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ആടുകൾക്ക് വേണ്ടി ജീവൻ പോലും നൽകാൻ തയ്യാറായ നല്ല ഇടയനാണ് താനെന്ന് ഈശോ പറഞ്ഞു വെക്കുന്നു. ആ ഈശോയെ, നമ്മെ നയിക്കുന്ന ഈശോയെ, നമ്മെ നല്ല മേച്ചിസ്പുറങ്ങളിലേക്ക് നയിക്കുന്ന ഈശോയെ നമുക്കൊന്ന് സ്തുതിക്കാം. ചേർന്ന് പറയട്ടെ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ നല്ല ഇടയനായ ദൈവത്തെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പഴയ നിയമ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. അത് ദാവീദ് രാജാവ്. ദാവീദ് രാജാവ് നല്ല ഇടയനായ ദൈവത്തെ അനുഭവിക്കുന്നതായിട്ട് എഴുതി വെക്കുന്ന സന്ദർഭം, സാവൂൾ രാജാവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒന്നുമില്ലാത്തവനായിട്ട്, കൂടെ ഒരു മനുഷ്യൻ പോലും ഇല്ല, അങ്ങനെ ഒരു സഹായം പോലും ഇല്ല, ഒരു നേരത്തെ അപ്പവുമായിട്ട് ഓടി രക്ഷപ്പെടുന്ന ദാവീദ്. ഈ ദാവീദ് ഈ അപ്പം കഴിക്കുന്ന സമയത്ത് അവനിങ്ങനെ ഇരുന്ന് ആകുലതയാണ് മനസ്സ് നിറയെ, എങ്ങോട്ട് പോകണമെന്നറിയില്ല, അഭയം തരാൻ ഒരാളും ഇല്ല. ആ സാഹചര്യത്തില് ദാവീദ്, കർത്താവാണ് എൻ്റെ അഭയം, കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് ആരും കൂടെ ഇല്ലെങ്കിലും ഞാൻ സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിന്റെ വരികൾ പ്രകാരമാണ്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നോക്കിക്കേ, ദാവീദ് രാജാവ് പറയുക, ദൈവം എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. അപ്പൊ ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ആ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് ദാവീദ് പറയുവാണ്, ദൈവം ഇടയനായതുകൊണ്ട് എനിക്കെല്ലാം ഉണ്ടാകും. നമുക്കറിയാം, ആ ദാവീദിന്റെ ജീവിതത്തിൽ അത് പൂർണ്ണമായും സംഭവിച്ചു. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അവൻ മഹാനായ ശക്തനായ രാജാവായിട്ട് മാറി. ദൈവത്തെ സ്തുതിച്ച് ദാവീദിനോട് ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അടുത്ത വചനം, പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. 4-ാമത്തെ വാക്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയമുള്ള കാര്യമാണ് മരണം. അങ്ങനെയെങ്കിൽ ദാവീദിനെ സംബന്ധിച്ച് അത് ആ സമയത്ത് 100% ശരിയാ. അവനെ കൊല്ലാൻ വേണ്ടി രാജാവും സൈന്യവും പുറകെയുണ്ട്. മരണത്തിന്റെ നിഴലുള്ള താഴ്വരയിലൂടെയാണ് അവൻ ഓരോ അടിയും വെക്കണേ. പക്ഷെ അപ്പോഴും ദാവീദ് പറയാ, ദൈവം എന്റെ കൂടെയുണ്ട്, എന്നെ കാക്കുന്നവൻ, എന്നെ പരിപാലിക്കുന്നവൻ, സർവശക്തനായവൻ, അവൻ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഭയപ്പെടില്ല. ഈ ദാവീദിന്റെ വിശ്വാസത്തോട് ചേർന്ന് നമുക്കും പാടി ദൈവത്തെ സ്തുതിക്കാം. ഭയം എനിക്കില്ല. എന്താ കാരണം? ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ഗാനത്തോട് ചേർന്ന്, ഗാനത്തിന്റെ വരികോട് ചേർന്ന് ഈ വിശ്വാസം ആവർത്തിച്ചു പാടി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ശ്വാസത്തോടെ ചെന്ന് പാടിക്കേ.
എന്റെ ദൈവം എന്നെ കാത്തുകൊള്ളും. ഭയമേതുമില്ല എൻ്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ഈശോയേ, സന്തോഷത്തിലേക്ക് നയിക്കുന്ന എന്റെ ദൈവം. ആനന്ദപ്പെണിനീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ഈശോയേ, വിശ്വാസത്തോടെ പാടിക്കേ, ഈശോ എന്നെ നയിക്കും. ആനന്ദപ്പെണിനീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാത്തും സ്നേഹിതൻ. ഈശോയേ, പോഷണേ നായകനിൻ തിരുനാമം പാവനം. ആവർത്തിച്ചു പാടി ഈശോയെ സ്തുതിച്ച്. നീയല്ലോ നല്ല ഇടയൻ, വഴി കാത്തും സ്നേഹിതൻ. ഈശോയേ, പോഷണേ നായകനിൻ തിരുനാമം പാവനം. അമ്മേ, ഉയർത്തുന്ന ശക്തിപ്പെടുത്തുന്ന നമുക്ക് കൂടെ നിന്ന് പരിരക്ഷിക്കുന്ന കർത്താവിനൊന്ന് സ്തുതിച്ചേ. ഒന്നെല്ലാവരും സ്വതന്ത്രമായിട്ട് സ്തുതിച്ചേ. യേശുവേ യേശുവേ എന്ന് വിളിച്ചേ. ഓരോ പ്രാവശ്യവും യേശുനാമം വിളിച്ചപേക്ഷിക്കുമ്പോ ആ കർത്താവിന്റെ നമുക്ക് രക്ഷയായിട്ട് മാറുന്നു എന്ന വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ചേ. ഈശോയെ വിളിച്ചേ. ഈശോയെ, ഈശോയെ, ഈശോയെ. രക്ഷിക്കുന്ന ദൈവമേ, നയിക്കുന്ന ദൈവമേ, പരിപാലിക്കുന്ന ദൈവമേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പരിപാലിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട് എന്നറിയുന്ന ഈ പരിശുദ്ധാത്മ ജ്ഞാനമുള്ള വ്യക്തികള് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോ സഹനം ഉണ്ടായാലും ആ സഹനത്തിൽ ആനന്ദിക്കും. എന്താ കാരണം? കാരണം വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ഈശോയോട് ചേർന്നാ നിൽക്കുന്നതെങ്കിൽ, ഞാൻ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോ എൻ്റെ ജീവിതത്തിലേക്ക് സഹനം വരുന്നുണ്ടെങ്കിൽ അതെന്റെ ഈശോ അറിയാതെയല്ല. സന്തോഷത്തോടെ ഇത് വിശ്വസിച്ച് മനസ്സിലാക്കി സ്തുതിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കണേ, വചനം ആവർത്തിച്ച് ഓർമ്മപ്പെടുന്ന കാര്യം ഇതാണ്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ, നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ, അങ്ങനെ ചേർന്ന് നിൽക്കണ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ത്യാഗം വന്നോട്ടെ, സഹനം വന്നോട്ടെ, രോഗം വന്നോട്ടെ, ഓർക്കണേ, നമ്മുടെ ദൈവം അറിയാണ്ടല്ല ഈ വേദന, ഈ രോഗം. അപ്പൊ അങ്ങനെയെങ്കിൽ പിന്നെ ഈ രോഗം, ഈ വേദന എന്തിനുള്ളതാ? നമ്മെ സ്നേഹിക്കുന്ന അപ്പനെ പോലെ സ്നേഹിക്കുന്ന ദൈവം നമ്മൾ ഈ വേദനയിൽ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഈ രോഗത്തിൽ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് യേശുക്രിസ്തുവിന്റെ സഹനങ്ങളിൽ പങ്കാളികളായിട്ട് മാറി ഈ സഹനത്തിലൂടെ ഇതിന്റെ 100 ഇരട്ടിയല്ല, 1000 ഇരട്ടിയല്ല, അതിൽ കൂടുതൽ മഹത്വം, ദൈവിക കൃപ നമ്മൾ സ്വീകരിക്കാന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ സ്വർഗീയ രഹസ്യം മനസ്സിലാക്കിയ വിശുദ്ധാത്മാക്കള് സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക മാത്രമല്ല, ആ സഹനത്തെ പ്രതി ദൈവത്തിനെ മഹത്വപ്പെടുത്തുമായിരുന്നു. മഹത്വപ്പെടുത്താൻ കാരണം വേറെ ഒന്നുമല്ല, ഈ സഹനം നന്മയായിട്ട് മാറാനുള്ളതാണ് എന്ന് അവർ അറിഞ്ഞിരുന്നു. വിശുദ്ധ പൗലോസ്ലീഹ തന്റെ ജീവിതത്തിൽ താൻ എന്തിനെ കുറിച്ച് സ്വയം ആത്മപ്രശംസ ചെയ്യും എന്ന് വചനത്തിൽ പറഞ്ഞു വയ്ക്കാണ്. കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ 2-ാം ലേഖനം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 16 മുതൽ വാക്യങ്ങൾ. ആ വചനഭാഗത്തിന്റെ ഹെഡിങ് ഇതാണ്, അപ്പസ്തോലന്റെ സഹനം. അവിടെ പൗലോസ്ലീഹ പറയുവാണ്, എന്താ പറയുക? ഞാൻ ആത്മപ്രശംസ ചെയ്യുന്നെങ്കിൽ എന്തിനെ കുറിച്ച് പ്രശംസ ചെയ്യും? ഞാൻ എൻ്റെ ഈശോയെ പ്രതി സഹിക്കേണ്ടി വന്ന സഹനങ്ങളെ കുറിച്ച് പ്രശംസിക്കും, എന്നെ തന്നെ പ്രശംസിക്കും, ഞാൻ അഭിമാനിക്കും. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ 18-ാമത്തെ വാക്യം പൗലോസ് പറയാണ്, പലരും ലൗകിക കാര്യങ്ങളെ പ്രതി പ്രശംസിക്കാറുള്ളത് പോലെ ഞാനും പ്രശംസിക്കും. ഇപ്പൊ സാധാരണ മനുഷ്യൻ എന്തുകൊണ്ടാ
തങ്ങളെ തന്നെ പ്രശംസിക്കുക, അഭിമാനം കൊള്ളുക. എനിക്ക് പണമുണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് നല്ല കുടുംബമുണ്ട്, എനിക്ക് നല്ല കാറുണ്ട്, എനിക്ക് നല്ല വീടുണ്ട്. അപ്പൊ ഇങ്ങനെ പല ലൗകിക കാര്യങ്ങളെ കുറിച്ച് തന്നെ പ്രശംസിക്കുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ എന്തിനെ കുറിച്ച് പ്രശംസിക്കും? ഞാൻ പ്രശംസിക്കുന്നെങ്കിൽ അത് എൻ്റെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സഹനങ്ങളെ കുറിച്ചായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. 23 മുതൽ വാക്യങ്ങൾ വചനപ്രകാരം പറയുന്നു, ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്ത്രത്തിൽ അകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നുകുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിയരിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽപ്പെട്ടു. വ്യാജ സഹോദരന്മാരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധിയിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടുവരുന്നു. തൻ്റെ ജീവിതത്തിൽ ഈശോയും കൊണ്ട് നടന്നപ്പോ സംഭവിച്ച അപകടങ്ങളെക്കുറിച്ച്, വേദനകളെക്കുറിച്ച്, അടികളെക്കുറിച്ച് ഉന്മത്തനെ പോലെ പ്രശംസിക്കും എന്നാണ് പൗലോസ് പറഞ്ഞു വെക്കുക. വീണ്ടും എൻ്റെ അവസാനം പൗലോസ് പറയുവാണ്, 30-ാമത്തെ വാക്യം, എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെ കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക. ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇതാ ഈ അപ്പസ്തോലൻ പരിശുദ്ധാത്മ നിറഞ്ഞ് നമ്മോട് പറയാണ്, ഈശോയോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളുണ്ടല്ലോ, അതിനെ ഓർത്ത് നാം ദുഃഖിക്കണ്ട, മറിച്ച് സന്തോഷിച്ചാൽ മതി. ഈശോയോട് ചേർന്ന് നടന്നപ്പോൾ എനിക്ക് ഈ സഹനം, ഈ വേദന ഉണ്ടായെങ്കിൽ ആ വേദന സന്തോഷിക്കാനാ പറയാം. കാരണം അതിന് വലിയ വിലയുണ്ട്. ഗാനത്തിന്റെ വരികോട് ചേർന്ന് നാം പാടി പ്രാർത്ഥിക്കാണ്, ദുഃഖിക്കില്ല, കാരണം എൻ്റെ പ്രിയ ദൈവം എൻ്റെ കൂടെ. ഇന്നിന്റെ എൻ്റെ നൊമ്പരങ്ങളെ വിഴുങ്ങി അതിനെ സന്തോഷമാക്കാൻ പറ്റുന്ന ഒരു ദൈവം എൻ്റെ കൂടെ. ഗാനത്തോട് ചേർന്ന് പാടി. ദുഃഖമില്ലൻ പ്രിയ ദൈവം എന്റെ വിങ്ങുന്ന നൊമ്പരം നീക്കും. ശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ചേ. ദുഃഖമില്ലൻ പ്രിയ ദൈവം എന്റെ വിങ്ങുന്ന നൊമ്പരം നീക്കും. മാറ്റുന്നെന്റെ ദൈവം. കണ്ണുനീരുമാക്കുന്നെന്റെ ദൈവം. കണ്ണീരുമായി ചെന്റെ ഉള്ളിൽ എന്നും കാരുണ്യ പൂന്തേൻ നിറയെ ദൈവമേ. സന്തോഷത്തോടെ പാടി കണ്ണുനീരുമായി. കണ്ണീരുമായി ചെന്റെ ഉള്ളിൽ എന്നും കാരുണ്യ പൂന്തേൻ നിറയ്ക്കും. വിശ്വാസത്തോടെ ഒന്നോടെ ചേർന്ന് പാടി. ദുഃഖമില്ലൻ പ്രിയ ദൈവം എന്റെ വിങ്ങുന്ന നൊമ്പരം നീക്കും. കണ്ണീരുമായി ചെന്റെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കുന്ന ദൈവം. കാരുണ്യ പൂന്തേൻ നിറയ്ക്കും.
ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിച്ച് പാടിക്കേ. നീയല്ലോ നല്ല ഇടയൻ, ഈശോയേ വഴി കാട്ടും സ്നേഹിതൻ, ഈശോയേ ഓർസലേ നായകാനിൻ തിരുനാമം പാവനം. ആവർത്തിച്ചു പാടി. നീയല്ലോ നല്ല ഇടയൻ, ഈശോയേ വഴി കാട്ടും സ്നേഹിതൻ, ഓർസലേ നായകാനിൻ തിരുനാമം പാവനം. ഈശോയേ 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 നന്ദി പറഞ്ഞ് സ്തുതിച്ചേ സ്തുതിച്ചേ സ്തുതിച്ച് ആരാധിച്ചേ. വേദനകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് എന്റെ ഈ വേദന, എന്റെ ഈ രോഗം, എന്റെ ഈ ദുഃഖം അത് ഈശോ നന്മയാക്കി മാറ്റും, സന്തോഷമാക്കി മാറ്റും. ഇത് വിശ്വസിച്ചേ സ്തുതിച്ചേ സ്തുതിച്ചേ. ഗാനത്തിന്റെ വരികള് ദൈവത്തിന്റെ വചനം പറഞ്ഞ പോലെ ഞാൻ ഈശോയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഈ സങ്കടം വരുന്നതെങ്കിൽ, ഞാൻ കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോയിട്ട് എന്റെ ജീവിതത്തിൽ രോഗവും കഷ്ടപ്പാടും വന്നെങ്കിൽ അത് ഈശോ അറിയാണ്ടല്ല എന്ന് വിശ്വസിച്ച് ദൈവത്തെ സ്തുതിച്ചേ. മനസ്സിൽ പറഞ്ഞ് എന്റെ ഈശോ അറിയാണ്ടല്ല ഈ വേദന, എന്റെ ഈശോ അറിയാണ്ടല്ല ഈ രോഗം, എന്റെ ഈശോ അറിഞ്ഞിട്ടാണ് ഈ വേദനയും രോഗം എന്റെ ജീവിതത്തിലേക്ക് വന്നതെങ്കിൽ ഇത് ഈശോ മഹത്വമാക്കി, ആനന്ദമാക്കി, നന്മയാക്കി മാറ്റാൻ വേണ്ടി അനുവദിച്ചതാണ് ഞാൻ വിശ്വസിക്കുന്നു. ഈ രോഗത്തെയോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഈ വേദനയോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ജീവിത പങ്കാളിയുടെ, എന്റെ മക്കളുടെ ദുർനടപ്പനെയോ ഈശോ ഞാൻ സ്തുതിക്കുന്നു. കാരണം എന്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്, എന്റെ ആരാധനയ്ക്ക് വിലയുണ്ട്, എന്റെ വിശ്വാസത്തിന് വിലയുണ്ട്. ഞാൻ വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിച്ച് ഈ വേദന സമർപ്പിക്കുമ്പോ എന്റെ ഈശോ നന്മയാക്കി എനിക്ക് മാറ്റും, രക്ഷയാക്കി എനിക്ക് മാറ്റും. കാരണം ജീവനുള്ള ഒരു ദൈവം എന്റെ ദൈവം, എന്റെ വിളി കേൾക്കുന്ന ദൈവം എന്റെ ദൈവം, എന്റെ വിളികേറ്റ് എന്റെ ജീവിതത്തിലേക്ക് കരുണയോടെ കടന്നു വരുന്നവനാ എന്റെ ദൈവം. ഈശോയേ 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 നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ ഈ കൂട്ടായ്മയോട് ചേർന്ന് വേദനകളെ, രോഗങ്ങളെ, കഷ്ടപ്പാടുകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ആരാധിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബത്തെയും ഒരു നാമത്തിൽ ആശീർവദിച്ചുകൊണ്ട് ഈശോയെ സ്തുതിക്കുന്നു. ഈശോയെ ഈശോയെ രക്ഷിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്ന ദൈവമേ, ഇടപെടണ കർത്താവേ, അങ്ങ് ഇടപെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദാവീദിന്റെ ജീവിതത്തിൽ ഇടപെട്ട പോലെ, വിശുദ്ധന്റെയും പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ ഇടപെട്ട പോലെ, അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ ഇടപെട്ട പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു. ഈശോയെ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ 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 ഈശോയെ. പ്രിയപ്പെട്ടവരെ, ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് നമുക്ക് മനസ്സിൽ പറയാം, അതുകൊണ്ട് എൻ്റെ ദൈവം അനുവദിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് സഹനവും വേദന വന്നതെന്ന്, അത് നന്മയായിട്ട് മാറാനുള്ളതാണ് എന്നറിയുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിരാശപ്പെടില്ല, ഞാൻ നിരാശപ്പെടില്ല. ഒരു പക്ഷേ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? കുഴപ്പമില്ല, ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും കിട്ടിയതായിട്ട് ഞാൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കർത്താവ് എൻ്റെ വേദന കാണുന്നുണ്ട്, എൻ്റെ കർത്താവ് ഈ വേദനയിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വം ചെയ്യുന്ന അറിയുന്നുണ്ട്. അവിടുന്ന് തക്ക സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊള്ളും. ഇതാ വിശ്വാസം. ഇന്ന് ഞാൻ ഇടപെടുമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഇടപെടുന്ന കാണുന്നില്ല എങ്കിലും എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. എൻ്റെ ജീവിതത്തിൽ ദൈവം തക്ക സമയത്ത് ഇടപെടുകയും ഇപ്പോൾ ഉള്ള എൻ്റെ ഈ വേദനയ്ക്ക്, എൻ്റെ ഈ സങ്കടത്തിന് 100 മടങ്ങ് പ്രതിഫലം നൽകുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് നിരാശയില്ല. ഞാൻ എൻ്റെ കർത്താവിനെ എന്നും സ്തുതിക്കും, എൻ്റെ കർത്താവിനെ ഇന്ന് ഞാൻ ചേർന്ന് നിൽക്കും. ഇത് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. നിരാശയില്ല എൻ്റെ ദൈവത്തിന്, എൻ്റെ ദൈവത്തോട് എന്നും ചേർന്ന് അവിടുന്ന് എൻ്റെ കരങ്ങളിൽ താങ്ങിക്കൊള്ളും. ഗാനത്തോട് ചേർന്ന് പാടി. ഇല്ല നിരാശയൻ ദൈവം എന്നെ തന്നുള്ളം കൈകളിൽ താങ്ങും. വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ചേ. ഇല്ല നിരാശയൻ ദൈവം എന്നെ തന്നുള്ളം കൈകളിൽ താങ്ങും. വാതിൽ എനിക്ക് മുമ്പ് സ്വർഗ്ഗത്തിൻ വാതിൽ തുറക്കും
എന്നും സത്യത്തിലൂടെ നയിക്കും. ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിൻ വാതിൽ തുറക്കും, എന്നും സത്യത്തിലൂടെ ആവർത്തിച്ചു പാടി. സ്വർഗ്ഗത്തിൻ വാതിൽ തുറക്കും, എന്നും സത്യത്തിലൂടെ വിശ്വാസി ഏറ്റു പറഞ്ഞു പാടി. സ്വർഗ്ഗത്തിൻ വാതിൽ തുറക്കും, എന്നും സത്യത്തിലൂടെ അവനെ സ്തുതിച്ചു പാടിക്കേ. നീയല്ലോ നല്ല ഇടയൻ, ഈശോയെ, ഈശോയെ, കാക്കും സ്നേഹിതൻ, സ്വർഗത്തിലേക്ക് നയിക്കുന്ന നല്ല ഇടയാ. ആവാ ദൈവമേ, തിരുനാമം പാവനം. ആവേശത്തോടെ പാടി. നീയല്ലോ നല്ല ഇടയൻ, വഴി കാക്കും സ്നേഹിതൻ, ഈശോയെ, നായകാവിൻ തിരുനാമം പാവനം. ഈശോയെ, നീയല്ലോ നല്ല ഇടയൻ, വഴി കാക്കും സ്നേഹിതൻ, നായകാവിൻ തിരുനാമം വിശ്വാസത്തോടെ ഭയമേതുമില്ലെന്റെ. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു നീർ ചോലയിലേക്ക് എന്നെ നയിക്കും. ഭയമേതുമില്ലെന്റെ ദൈവം ഈശോ എന്നെ പരിപാലിച്ചു വളർത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ഈശോയെ, ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി ദുഃഖമില്ലൻ പ്രിയ ദൈവം. ദുഃഖമില്ലൻ പ്രിയ ദൈവം എന്നെ വിങ്ങുന്ന നൊമ്പരം നീക്കും. സന്തോഷം നിറയ്ക്കുന്ന ദൈവം. ദുഃഖമില്ലൻ പ്രിയ ദൈവം എന്നെ വിങ്ങുന്ന നൊമ്പരം നീക്കും. കണ്ണുനീര് മായ്ക്കുന്ന ദൈവം. കണ്ണീരുമായി ചെന്റെ ഉള്ളിൽ എന്നും കാരുണ്യപ്പൂന്തേ. ഈശോയെ, കണ്ണീരുമായി ചെന്റെ ഉള്ളിൽ എന്നും കാരുണ്യപ്പൂന്തേ. നിരാശ എനിക്കില്ല. ദൈവം എന്റെ കൂടെയുണ്ട്. ഇല്ല നിരാശയൻ ദൈവം എന്നെ തന്നുള്ളം കൈകളിൽ താങ്ങും. ഈശോയെ, ഇല്ല നിരാശയൻ ദൈവം എന്നെ തന്നുള്ളം കൈകളിൽ തന്റെ വാതിൽ എനിക്ക് മുമ്പിൽ തുറക്കും. സ്വർഗത്തിൻ വാതിൽ തുറക്കും, എന്നും സത്യത്തിലൂടെ നയിക്കും. ഈശോയെ, സ്വർഗത്തിൻ വാതിൽ തുറക്കും, എന്നും സത്യത്തിലൂടെ പാടിക്കേ. ഈശോയെ സ്തുതിച്ച്. നീയല്ലോ നല്ല ഇടയൻ, ഈശോയെ, വഴി കാക്കും സ്നേഹിതൻ, ഈശോയെ, നായകാവിൻ തിരുനാമം പാവനം. ഈശോയെ, നീയല്ലോ നല്ല ഇടയൻ, വഴി കാക്കും ഈശോയെ, ഈശോയെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റി, വേദന മാറ്റി നയിക്കുന്നവനാണെന്ന് അറിഞ്ഞ് അതിൽ ധൈര്യപ്പെട്ട് വിശ്വസിച്ച് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, അങ്ങ് കൂടെ ഉള്ളതുകൊണ്ട് ഭയമില്ല, നിരാശയില്ല, ദുഃഖമില്ല. അങ്ങ് മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകും. ഈശോയെ, 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 അങ്ങനെ ആശ്രയിക്കുന്ന ഈ കൂട്ടായ്മയുടെ മേൽ, ഓരോ വ്യക്തികളുടെ മേൽ, ഓരോ കുടുംബത്തിന്റെ മേലും ദൈവത്തിന്റെ കരം. ഈശോയെ, ഈശോയെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മെ സമർത്ഥമായിട്ട്